എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. മഹിമ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേഷ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞ രഞ്ജിത് ശങ്കർ, ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് ഏപ്രിൽ 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കുന്നു, ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അതോ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇനി ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന്. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസാകുമ്പോഴും നിങ്ങൾ കാണിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്, ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, സിനിമ ഒരു ബിസിനസ്സാണ്, എനിക്ക് അറിയാം. സിനിമ ഒരു ആർട്ടാണ്, ക്രിയേറ്റീവ് സ്പേസാണ്. എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അഗെയിൻ ഒരു അഭ്യർത്ഥനയാണ്, ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു. എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. പ്രീത എനിക്കൊരു ജയഗണേഷിൻ്റെ മെർക്കൻഡൈസ് ഉള്ളൊരു 10-100 പേനയൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ബിക്കോസ് അപ്പോൾ പ്രീത എന്താ പറയുക, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു. നമുക്ക് സംസാരിക്കണം. ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയിപ്പോയി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും. ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. അത്ര ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുള്ളൂ. സ്പെഷ്യലി വിബിൾ ക്യാരക്ടറാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് സിനിമകൾ, ഒരുപാട് നടന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, രഞ്ജിത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ there should be goosebumps. ആൾക്കാർക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സിനിമയായിരിക്കും അത്. ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ സിനിമയിൽ എപ്പോഴും നമ്മളൊരു സൊസൈറ്റി ഫിക്സ് ചെയ്ത ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറ്. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. എനിക്ക് എവിടേക്കോ തോന്നിയിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹവും തന്നിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആൻഡ് ഇത്രയും പോസിറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടെന്നും ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ് ബി എ വെരി ഗുഡ് ഫിലിം. ഞാൻ പൊതുവേ എൻ്റെ സിനിമകളെക്കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ചില സിനിമകൾ, ചില കഥകൾ നമുക്കൊരു കോൺഫിഡൻസ് തരും. ലൈക്ക് ഏപ്രിൽ 11 ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് വിൽ ബി ലൈക്ക് ഫാന്റാസ്റ്റിക്. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് ഫാമിലി എന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും അധികം ഫാമിലീസ് ഉണ്ട്.
നിങ്ങളെല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്.